ശ്രീ എൻ എം പിയേഴ്സൺ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ എൻ എം പിയേഴ്സൺ, വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലോറൻസിൻ്റെ മൃതദേഹം വൈകിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ വിട്ടുനിൽക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു മകൾ തടസ്സ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പള്ളിയിൽ വെച്ച് സംസ്കരിക്കണം, അതിന് പോലീസ് സംരക്ഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, ഞാനിപ്പോ ഈ ടൗൺ ഹാളിലുണ്ട്. പൊതുവെ ആളുകളുടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ജീവിതവും പങ്കുവെച്ചിരുന്ന ബഹുഭൂരിപക്ഷ ആളുകളും അത് മെഡിക്കൽ കോളേജിന് നൽകണം എന്നുള്ള അഭിപ്രായക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അറിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് മതപരമായ ചടങ്ങുകൾക്ക് അദ്ദേഹത്തിന്റെ ശരീരം വിട്ടുകൊടുക്കാനായിട്ട് ഒരിക്കലും അദ്ദേഹം ആഗ്രഹിക്കാൻ സാധ്യതയില്ല. പക്ഷെ മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള അഭിപ്രായം പറയാം എന്നതിനപ്പുറം ഈ ഒരാളുടെ ശവശരീരത്തിന്റെ അവകാശി ആര് എന്ന പുതിയൊരു ചോദ്യമായിരിക്കും ഇതുവഴി ഉയരുന്നതെന്ന് എനിക്ക് തോന്നണം. ഇതിൽ മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഇറങ്ങി വന്ന് അവരുടെ അഭിപ്രായം പറയാനായിട്ട് കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് എന്താണോ ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അവരെ മറവ് ചെയ്യാനോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് നൽകാനായിട്ടുള്ള അനുവാദം കൊടുക്കാനോ കോടതി തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം പിൻപറ്റി വന്ന ഒരു രാഷ്ട്രീയ ധാര, അദ്ദേഹത്തിൻ്റെ ആശയം, അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച ആശയം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മരിച്ച ആളുകൾക്ക് ഇതിൽ അഭിപ്രായം പറയുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. മക്കൾ, അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധുക്കൾ എന്ന് പറയുന്ന മക്കൾക്ക് ഇടയിൽ ഇങ്ങനൊരു തർക്കം ഉണ്ടാകുമ്പോൾ അത് ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്ന ഒരു വിപ്ലവകാരിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വ്യക്തമാകേണ്ട ഒരു ഘട്ടമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പള്ളിയിലേക്ക് അടക്കണം എന്ന് പറയുമ്പോൾ ഉൾപ്പെടെ അതിൽ പാർട്ടി എന്ന നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രതിനിധിയായി യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് ആരാണ് എന്നത് ഇനി നമുക്ക് വ്യക്തമാകുന്നില്ലല്ലോ ശ്രീ എൻ എം പിയേഴ്സൺ. കാരണം അദ്ദേഹം ഇല്ലല്ലോ, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെല്ലാം പാർട്ടി തന്നെയാണ് അദ്ദേഹത്തിനെ കെയർ ചെയ്തിരുന്നത്. പാർട്ടി സ്ഥിരമായിട്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ ഏതാണ്ട് 8ഓളം സഹാക്കളെ തന്നെ അതിനുവേണ്ടി നിയമിക്കുകയും അവരാണ് മാറി 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 അദ്ദേഹത്തെ പരിഹരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ അദ്ദേഹത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി അടുത്തെങ്ങും ഇല്ലാതിരുന്നായിട്ടുള്ള മക്കൾക്ക് അവസാനം മരിച്ചു കഴിയുമ്പോൾ ശവശരീരത്തിന് എന്ത് അവകാശം, എന്ത് കാര്യം? അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് സംരക്ഷിക്കുകയോ അതേപോലെ തന്നെ പരിഹരിക്കുകയോ ചെയ്യാത്തായിട്ടുള്ള മക്കൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്? അതിൻ്റെ ഒരു കഥയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ചും രാഷ്ട്രീയ ജീവിതത്തിനനുസരിച്ചിട്ടും അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് കോടതി അതിനകത്ത് ഇടപെടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ കോടതി മാറി നിൽക്കുക.